Hi students, we discussed the definition of school subjects and aims of schooling in the last video. Today we are going to discuss features of school subjects. Every school subject has status, sequentiality and scope. എല്ലാ സ്കൂൾ സബ്ജക്റ്റിനും ഈ മൂന്ന് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. സ്റ്റാറ്റസ്, സീക്വൻഷ്യാലിറ്റി ആൻഡ് സ്കോപ്പ്. അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാറ്റസ്. School subjects differ in the status they have in school and the larger community. Each subject is taught separately and some subjects are given more importance. ഓരോ സ്കൂൾ സബ്ജക്റ്റിനും അതിൻ്റേതായ സ്റ്റാറ്റസ് സ്കൂളിലും സമൂഹത്തിലും ഉണ്ട്. ഓരോ സബ്ജക്റ്റും സ്കൂളിൽ സെപ്പറേറ്റായി ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. ചില സബ്ജക്ട്സിന് മറ്റ് ചിലരെ അപേക്ഷിച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. സ്കൂളിൽ ചോയ്സിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. ഹയർ ക്ലാസ്സുകളിൽ, കോളേജുകളിലും പ്ലസ് ടുവിലൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കുട്ടികൾക്കുണ്ട്. എന്നാൽ സ്കൂളിൽ എല്ലാ സ്റ്റുഡൻസും എല്ലാ സബ്ജക്റ്റും പഠിച്ചിരിക്കണം, എക്സെപ്റ്റ് ലാംഗ്വേജിൽ അറബി, ഉറുദു, സാൻസ്ക്രിറ്റ്, മലയാളം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതേസമയം മറ്റുള്ള എല്ലാ സബ്ജക്ട്സും എല്ലാ കുട്ടികളും നിർബന്ധമായും കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഓരോ സ്കൂൾ സബ്ജക്റ്റിനും അതിൻ്റേതായ സ്റ്റാറ്റസ് സ്കൂളിൽ ഉണ്ട്. നെക്സ്റ്റ്, സീക്വൻഷ്യാലിറ്റി. Certain knowledge and skills have to be known before proceeding to a new learning. പുതിയതായ ഒരു അറിവിൽ എത്തുന്നതിന് മുമ്പ് ഒരു സ്റ്റുഡൻറ്റിന് മിനിമം വേണ്ട ചില നോളജ് ഉണ്ട്. പ്രീവിയസ് നോളജ് അല്ലെങ്കിൽ പ്രീ റിക്വിസൈറ്റ്സ് ഉണ്ടായിരിക്കണം. പുതിയതായ ഒരു കാര്യം അവതരിപ്പിക്കുന്നതിനോടനുബന്ധിച്ച് കുട്ടിക്ക് മിനിമം അറിഞ്ഞിരിക്കേണ്ട ചില അറിവുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ മാത്തമെറ്റിക്സ്, ബിഫോർ പ്രൊസീഡിങ് ടു അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, സ്റ്റുഡൻറ്റ് ഷുഡ് ഹാവ് നമ്പർ കൺസെപ്റ്റ് ആൻഡ് ദി കൺസെപ്റ്റ് ഓഫ് പ്ലേസ് വാല്യൂ. നമ്മൾ സംഖ്യകളെക്കുറിച്ചും സ്ഥാനവിലയെക്കുറിച്ചും അറിയാത്ത ഒരു കുട്ടിക്ക് സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം എന്നിവയൊന്നും പഠിപ്പിക്കാൻ സാധ്യമല്ല. അതുപോലെ അക്ഷരവും പദങ്ങളും വെർബ് എന്താ, അഡ്ജക്റ്റീവ് എന്താ, നൗൺ എന്താ ഒന്നും അറിയാതെ പ്രോസും പോയട്രിയും പഠിപ്പിക്കാൻ എളുപ്പമല്ല. അതേപോലെ എല്ലാ സ്കൂൾ സബ്ജക്റ്റിനും സീക്വൻഷ്യാലിറ്റി ഉണ്ട്. പുതിയൊരു ലേണിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് അതിനാവശ്യമായ നോളജും സ്കിൽസും കുട്ടി അക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു ഓർഡറിൽ, ഒരു സീക്വൻഷ്യൽ ഓർഡറിലായിരിക്കും എല്ലാ സ്കൂൾ സബ്ജക്റ്റും സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു യൂണിറ്റിന് ശേഷം അടുത്ത യൂണിറ്റ്, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ പഠിച്ചിരിക്കേണ്ട ചില കാര്യങ്ങൾക്ക് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കാം അടുത്ത ക്ലാസ്സിൽ വരുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും സീക്വൻഷ്യാലിറ്റി ഉണ്ട്. Next, scope. Scope of the subject refers to the different disciplinary areas included in the subjects, which can be broad or restricted. ഓരോ സബ്ജക്റ്റിനും സ്കോപ്പ് ഉണ്ട്. അത് എത്രമാത്രം ഏരിയാസിനെ കണ്ടെയ്ൻ ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രമാത്രം സബ്ജക്ട്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ് എന്നതിനെ സംബന്ധിച്ച് ചിലത് ബ്രോഡായിരിക്കാം, ചിലത് റെസ്ട്രിക്റ്റഡ് ആയിരിക്കാം. എക്സാമ്പിളായിട്ട്, സോഷ്യൽ സ്റ്റഡീസ് ഇസ് എ ബ്രോഡ് ഡിസിപ്ലിൻ. It includes history, geography, economics, civics, politics, etc. ധാരാളം സബ്ജക്റ്റ് ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ബ്രോഡായിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ് സോഷ്യൽ സ്റ്റഡീസ്. അതുപോലെ ഓരോ സബ്ജക്റ്റിൻ്റെയും സ്കോപ്പ് ഡിഫറെൻ്റ് ആണ്. ഈ സ്കോപ്പ് കാലഘട്ടത്തിനനുസരിച്ച് മാറുകയും ചെയ്യും. പണ്ട് സ്കോപ്പ് ഉണ്ടായിരുന്ന ചില സബ്ജക്ട്സിന് ഇപ്പോൾ സ്കോപ്പില്ല. ഇപ്പോൾ നിലവിൽ നമ്മൾ സ്കോപ്പുണ്ട് എന്ന് പറയപ്പെടുന്ന പല സബ്ജക്ട്സും കുറച്ച് കാലങ്ങൾക്ക് ശേഷം യാതൊരു സ്കോപ്പും ഇല്ലാതിരിക്കാം. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായ സ്റ്റാറ്റസും അതിൻ്റേതായ സീക്വൻഷ്യാലിറ്റിയും അതിൻ്റേതായ സ്കോപ്പും ഉണ്ടാവും. അപ്പോൾ ഈ മൂന്ന് ഫീച്ചേഴ്സും എല്ലാ സ്കൂൾ സബ്ജക്ട്സിനും ഉണ്ട്. ഈ മൂന്ന് ക്യാരക്ടറിസ്റ്റിക്സും സ്കൂൾ സബ്ജക്ട്സ് എല്ലാം പൊസസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, കണ്ടൻറ് ഓഫ് സ്കൂൾ സബ്ജക്ട്സ്. സബ്ജക്റ്റ് നോളജ്, പെഡഗോജിക്കൽ കണ്ടൻറ് നോളജ്, കരിക്കുലർ നോളജ് ഓഫ് ദി കണ്ടൻറ്. Every teacher need to have three kinds of knowledge. First one, subject knowledge. It includes deep and thorough knowledge of the substance
ആൻഡ് സ്ട്രക്ചർ ഓഫ് അക്കാദമിക് ഡിസിപ്ലിൻ. ഏതൊരു ടീച്ചർക്കും ആദ്യം കണ്ടൻറ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സബ്ജക്റ്റിനെ കുറിച്ച് ഒരു വൈഡായിട്ടുള്ള ഒരു നോളേജ് അല്ലെങ്കിൽ വളരെ തറോ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ഒരു ഐഡിയ, സ്ട്രോങ് ഐഡിയ ഉണ്ടായിരിക്കണം. ഏത് സ്കൂൾ സബ്ജക്റ്റ് ആണോ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഏത് ഏരിയ ആണോ നമ്മുടെ സബ്ജക്റ്റ്, അതിനെക്കുറിച്ച് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു കണ്ടൻറ്റ് നോളേജ് ടീച്ചർക്കുണ്ടായിരിക്കണം. എങ്കിലല്ലേ അത് കുട്ടികളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എന്താണെന്ന് അറിയാതെ നമുക്കത് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ കണ്ടൻറ്റ് എന്താണെന്നുള്ളത്, കണ്ടൻറ്റിനെ കുറിച്ച് ഒരു വൈഡായിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു തറോ ആയിട്ടുള്ള ഒരു നോളേജ് എല്ലാ ടീച്ചറും പൊസസ് ചെയ്യണം. എല്ലാ ടീച്ചർക്കും അത് ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് പറയുന്നത്, സബ്ജക്റ്റ് നോളേജ് ഓർ കണ്ടൻറ്റ് നോളേജ്. സെക്കൻഡ്, പെഡഗോജിക്കൽ കണ്ടൻറ്റ് നോളേജ്. വാട്ട് യു മീൻ ബൈ പെഡഗോജി or what you mean by pedagogue? What is the meaning of the word pedagogue? Pedagogue means teacher. Then pedagogy. Pedagogy is the science of teaching. ബോധനശാസ്ത്രം എന്ന് മലയാളത്തിൽ പറയും. ടീച്ചിങ്ങിനെ കുറിച്ചുള്ള സയൻസ്, എങ്ങനെ പഠിപ്പിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ശാസ്ത്രം, ബോധന രീതികളെക്കുറിച്ചും ബോധനത്തിനെ കുറിച്ചിട്ടുമുള്ള ഒരു ശാസ്ത്രമാണ് പെഡഗോജി എന്ന് പറയുന്നത്. അപ്പോൾ പെഡഗോജിക്കൽ കണ്ടൻറ് നോളേജ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്തായിരിക്കും? നോളേജ് അബൌട്ട് ദി മെത്തേഡ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ത്രൂ വിച്ച് എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് ട്രാൻസാക്ഷൻ ഓഫ് ദി കണ്ടൻറ് ബിക്കംസ് പോസിബിൾ. കണ്ടൻറ് അറിഞ്ഞാൽ മാത്രം പോരാ, അത് കുട്ടിക്ക് എഫക്റ്റീവായി കുട്ടിയുടെ ബ്രെയിനിലേക്ക് എത്തിക്കണമെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ്സും ലേണിംഗ് സ്ട്രാറ്റജീസ്, ടീച്ചിങ് സ്ട്രാറ്റജീസും ടീച്ചർക്ക് അറിഞ്ഞിരിക്കണം. ഓരോ ടോപ്പിക്കിനും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുന്ന രീതിയിലായിരിക്കില്ല മറ്റേ ടോപ്പിക്ക് പഠിപ്പിക്കേണ്ടിയിരിക്കുക. ഓരോ ടോപ്പിക്കിനും സ്യൂട്ടബിളായിട്ട് മെത്തേഡും ടീച്ചിങ് സ്ട്രാറ്റജീസും ഉണ്ടായിരിക്കാം. ചില ടോപ്പിക്ക് നമുക്ക് ലെക്ചറിങ് മെത്തേഡിലൂടെ ആയിരിക്കും പഠിപ്പിക്കാൻ നന്നായിരിക്കുക. ചിലത് ലാബോറട്ടറിയിൽ എക്സ്പെരിമെൻറ്റ്സ് കാണിച്ചിട്ടായിരിക്കും നന്നാവുക. ചിലത് ഡിസ്കഷൻ കൊടുത്തിട്ടായിരിക്കും നന്നാവുക. ചിലത് ബ്രെയിൻ സ്റ്റോമിങ് സെഷനിലൂടെ ആയിരിക്കാം ഐഡിയ കിട്ടുക. അങ്ങനെ പലതും പല മെത്തേഡ് അല്ലെങ്കിൽ പല ടീച്ചിങ് സ്ട്രാറ്റജിയിലൂടെ പോകുമ്പോഴാണ് പല കണ്ടൻറ്റും പ്രോപ്പറായിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുക. അപ്പോൾ എഫക്റ്റീവായിട്ട് എഫിഷ്യൻറ്റ് ട്രാൻസാക്ഷൻ പോസിബിൾ ആവുന്നത് ഏത് മെത്തേഡിലൂടെയാണോ അല്ലെങ്കിൽ ഏത് ടീച്ചിങ് സ്ട്രാറ്റജി യൂസ് ചെയ്യുമ്പോഴാണോ കണ്ടൻറ്റ് കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കുക എന്ന് ടീച്ചർക്ക് അറിഞ്ഞിരിക്കണം. അതിന് യോജിച്ച മെത്തേഡ് അല്ലെങ്കിൽ യോജിച്ച ടീച്ചിങ് സ്ട്രാറ്റജീസും ടീച്ചിങ് എയ്ഡ്സും സെലക്ട് ചെയ്യാനും അത് പ്രോപ്പറായിട്ട് കുട്ടികളിലേക്ക് കൺവേ ചെയ്യാനുമുള്ള നോളജിനെയാണ് പെഡഗോജിക്കൽ കണ്ടൻറ് നോളജ് എന്ന് പറയുന്നത്. Next, curricular knowledge of the content. Knowledge about how the prescribed curriculum can be transacted effectively within the prescribed time. കണ്ടൻറ്റ് ടീച്ചർക്ക് നന്നായിട്ട് അറിയാം. അതെങ്ങനെ പഠിപ്പിക്കണം, ഏത് മെത്തേഡിലൂടെ, ഏതൊക്കെ രീതിയിലൂടെ, ഏതെല്ലാം ടീച്ചിങ് എയ്ഡ്സും സ്ട്രാറ്റജീസും യൂസ് ചെയ്ത് പഠിപ്പിക്കണമെന്നും അറിയാം. പക്ഷേ ഒരു സെമസ്റ്റർ മുഴുവൻ പഠിപ്പിച്ചിട്ടും ആകെ ഒരു യൂണിറ്റേ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളൂ വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ കരിക്കുലത്തിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ പറഞ്ഞ മൊഡ്യൂൾ, പറഞ്ഞ യൂണിറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് കൂടി ടീച്ചറുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കരിക്കുലത്തിൽ പറഞ്ഞിട്ടുള്ള ടൈമിനുള്ളിൽ ആ കരിക്കുലം കംപ്ലീറ്റ് ചെയ്യണം എങ്ങനെ എന്നുള്ള ആ നോളജ് കൂടി ടീച്ചർക്കുണ്ടായിരിക്കണം. അതിനെയാണ് കരിക്കുലർ നോളജ് ഓഫ് ദി കണ്ടൻറ് എന്ന് പറയുന്നത്. തന്നിട്ടുള്ള കണ്ടൻറ്റ് പ്രോപ്പർ മെത്തേഡിലൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് പ്രോപ്പർ സമയത്തിനുള്ളിൽ തീർക്കുക, ആ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് കരിക്കുലർ നോളജ് ഓഫ് ദി കണ്ടൻറ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പഠിപ്പിക്കണം എന്ന് അറിഞ്ഞിരിക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം, അത് എത്ര സമയത്തിനുള്ളിൽ തീർക്കണം എന്നുള്ളതും അറിയണം. ഈ 3 നോളജും ഉണ്ടായിരിക്കണം. അതാണ് കണ്ടൻറ് ഓഫ് സ്കൂൾ സബ്ജക്ട്സ്. ടീച്ചേഴ്സ് നീഡ് ടു ഹാവ് എ വെരി സ്ട്രോങ് ഐഡിയ ഓഫ് ദി കണ്ടൻറ് ഓഫ് ദ സ്കൂൾ സബ്ജക്ട്സ്. അത് എവരി teacher need to have 3 kinds of knowledge: curricular knowledge, pedagogical knowledge and subject knowledge. സബ്ജക്റ്റ് നോളജ് നമുക്ക് ഉറപ്പായിട്ടും പറയുന്ന കാര്യമാണ്. സബ്ജക്റ്റ് നോളജ് ഇല്ലാതെ ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് എന്താണെന്ന് അറിയാതെ നമുക്ക് ഒരിക്കലും അത് കുട്ടികളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 3 നോളജും ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.
Thank you.